നമസ്തേ, ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കാണ് എനിക്ക് ശനിയാണ്, ശനി ദശാകാലമാണ്, കണ്ടകശനിയാണ്, ദോഷസമയമാണെന്നൊക്കെ അല്ലേ. ശനിയെ അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, ഭയക്കേണ്ട ഒരു ആവശ്യവുമില്ല ശനി ദശാകാലത്തെ. അത് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു ഇരുമ്പിൻ്റെ കഷ്ണം അല്ലേ, ഒരു ഉപയോഗമില്ലാതെ തൊടിയിൽ കിടക്കുന്ന ഒരു ഇരുമ്പിൻ്റെ കഷ്ണം, അതിനെ നമ്മൾ ആലയിൽ കൊണ്ട് കൊടുത്താൽ അത് ചെയ്യുന്ന ആൾ അതിനെ പഴുപ്പിച്ച് ആലയിൽ വെച്ച് പഴുപ്പിച്ച് അടിച്ചടിച്ച് പദം വരുത്തി നമുക്ക് ഉപയോഗയുക്തമായ ഒരു ഉപകരണമാക്കി തരുന്നു അല്ലേ. പിച്ചാത്തിയോ വെട്ടുകത്തിയോ അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ അതിനെ മോൾഡ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട് അല്ലേ. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ ശനി ദശാകാലത്തിലും സംഭവിക്കുന്നത്. ഒരു വ്യക്തിയെ പ്യൂരിഫൈ ചെയ്ത് സ്ഫുടം ചെയ്ത് അല്ലെങ്കിൽ മോൾഡ് ചെയ്ത് എടുക്കുകയാണ് ശനി ചെയ്യുന്നത്. അതായത് ജീവിതത്തിൽ ധർമ്മം, നിഷ്ഠ, ഈശ്വരവിശ്വാസം എന്നിവ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ശനി ദശാകാലത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ വന്ന് സംഭവിക്കുന്നത്. അതായത് ഈ ഭൗതിക ജീവിതത്തിൽ കണ്ടൊന്നും കണ്ട് ഭ്രമിക്കണ്ട, നിനക്ക് സത്യവും നിഷ്ഠയും ഈശ്വരവിശ്വാസവും കൊണ്ടേ നിൻ്റെ ജീവിതത്തിൽ വിജയം സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് ശനി ഒന്ന് മനസ്സിലാക്കി തരികയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ശനി എങ്ങനെയാണ് വരുന്നത്, എപ്പോഴൊക്കെയാണ് വരുന്നത്, ഇതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശനി നമുക്ക് രണ്ട് തരത്തിൽ വരുന്നുണ്ട്, ഒന്ന് ജാതകാലും ഒന്ന് ഗോചരാലും. ജാതകാൽ വരിക എന്ന് പറഞ്ഞത് നമ്മളുടെ ജനന സമയത്തെ ആസ്പദമാക്കി ദശാകാലങ്ങളനുസരിച്ച് ശനി ദശാകാലം വരുന്നുണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച്. ഗോചരാൽ വരിക എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോഴുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിനനുസരിച്ച് ശനി ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഗോചരാൽ ശനിയുടെ ഫലങ്ങളെ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ കണ്ടകശനിയും ഈ ഏഴര ശനിയും അല്ലെങ്കിൽ ജന്മശനി, ഷഷ്ടാഷ്ടമ ശനി എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അതെങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ഒരു ജ്യോതിഷൻ്റെ അടുക്കൽ പോകാതെ ഇതെങ്ങനെ എനിക്ക് ശനിയാണോ ഏഴര ശനിയാണോ എന്നൊക്കെയുള്ളത് എങ്ങനെ മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമേ തന്നെ നമുക്കൊരു രാശിചക്രം പരിചയപ്പെടാം. ഇതാണ് രാശിചക്രം. ഇതിലൊന്നാമത്തെ രാശി എന്ന് പറയുന്നത് മേടമാണ്. മേടം മുതൽ 1, ഇടവം 2, മിഥുനം 3, കർക്കിടകം 4, ഇങ്ങനെ യഥാക്രമം ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇങ്ങനെ 12 രാശികൾ. ഇത് ചേർന്നാണ് ഒരു രാശിചക്രം. ഓരോ രാശിയിലും 2.25 നക്ഷത്രം വീതം അടങ്ങിയിരിക്കുന്നു. ഇതിൽ നമ്മുടെ നക്ഷത്രം വരുന്ന രാശിയാണ് ചന്ദ്രരാശി. അതായത് ഒരാളുടെ രാശിചക്രത്തിൽ ച എന്ന് എഴുതിയിരിക്കുന്ന രാശി. ഇതിനെ കൂറ് എന്നും പറയാറുണ്ട്. ഈ ച എന്ന എഴുതിയ രാശി തൊട്ട് 1, 4, 7, 10 എന്നീ രാശികളിൽ ശനി വരുമ്പോഴാണ് ഒരാൾക്ക് കണ്ടക ശനി എന്ന് പറയുന്നത്. അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി 1 എന്ന് കൂട്ടി അതുമുതൽ 1, 4, 7, 10. ശനി ഒരു രാശിയിൽ ശരാശരി 2.5 വർഷക്കാലമാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ നിങ്ങൾക്കിത് ഒന്നും കൂടി വ്യക്തമാക്കി തരാം. ഇപ്പോൾ ശനി നിൽക്കുന്നത് കുംഭൻ രാശിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരാളുടെ നക്ഷത്രം അനിഴമാണെങ്കിൽ അയാളുടെ ചന്ദ്രരാശി അല്ലെങ്കിൽ കൂറ് എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയാണ്. അപ്പം വൃശ്ചികൻ രാശി 1, അതായത് ചന്ദ്രരാശി 1 കൂട്ടിക്കഴിഞ്ഞാൽ ആ 1 തൊട്ട് ക്ലോക്ക് വൈസായിട്ട് എണ്ണുക ശനി നിൽക്കുന്നത് വരെ. അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വൃശ്ചികം 1, 2 ധനു, 3 മകരം, 4 കുംഭം. അപ്പോൾ 4-ൽ ശനി നിൽക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ അനിഴ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ്. അതേപോലെ തന്നെ വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ഇപ്പോൾ കണ്ടകശനിയാണ്. അതായത് ഈ അനിഴ നക്ഷത്രത്തിന് മാത്രമല്ല, വൃശ്ചികം രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്കും ഇപ്പോൾ 4-ൽ കണ്ടകശനിയാണ്. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരാളുടെ നക്ഷത്രം പൂരമാണെന്ന് കരുതുക. പൂരത്തിൻ്റെ ചന്ദ്രരാശിയായ ചിങ്ങം മുതൽ
ശനി നിൽക്കുന്നത് വരെ എണ്ണുക. അപ്പം ചിങ്ങം 1 എന്ന് കണക്ക് കൂട്ടി കുംഭം വരെ എണ്ണുമ്പോൾ നമുക്ക് 7 എന്നാണ് കിട്ടുക. അപ്പോൾ ആ നക്ഷത്രത്തിനും കണ്ടകശനിയാണെന്ന് മനസ്സിലാക്കി. ഇങ്ങനെ ചന്ദ്രരാശി തൊട്ട് 1, 4, 7, 10 എന്നീ രാശികളിൽ ശനി നിൽക്കുമ്പോഴാണ് കണ്ടകശനി എന്ന് പറയുന്നത്. ഇവിടെയും പറയുന്നു ചിങ്ങൻ രാശിയിലുള്ള എല്ലാവർക്കും 2.25 നക്ഷത്രക്കാർക്കും 7-ൽ ശനിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് 10-ൽ വരിക, അതായത് ഇടവൻ രാശിക്കാർക്കാണ്. ഇപ്പോൾ രോഹിണിയാണെങ്കിലും കാർത്തിക മുക്കാലാണെങ്കിലും മകയിരം അരയാണെങ്കിലും ഇടവൻ രാശിയിലുള്ള എല്ലാവർക്കും ഞാൻ ആദ്യമേ ഓരോ രാശിയിലുമുള്ള നക്ഷത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ 4, 7, 10 എന്നീ ഭാഗങ്ങളിൽ ശനി വരുന്നതിൻ്റെ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ശനി വരുമ്പോൾ ആ ഭാവത്തിൻ്റേതായ അനുഭവങ്ങൾക്ക് ഈ ശനി ദോഷത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഞാനിവിടെ 1-ാം ഭാഗം, അതായത് ചന്ദ്രരാശി നിൽക്കുന്ന 1, 4, 7, 10 എന്ന് പറഞ്ഞു. അതിൽ 1 എന്ന ഭാഗത്ത് ശനി വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഇനി പറയാൻ പോവുകയാണ്. ഇനി നമുക്ക് 7-ര ശനി എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെയാണ് ഒരാൾക്ക് 7-ര ശനിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് നോക്കാം. അതായത് ഞാൻ ചന്ദ്രരാശിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ചന്ദ്രരാശിയുടെ 12, അതായത് ചന്ദ്രരാശി എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള രാശിയിൽ ശനി വരുമ്പോൾ ഒരാൾക്ക് 7-ര ശനി ആരംഭിക്കുന്നു. അതായത് 12, 1, 2 എന്നീ രാശികളിൽ ശനി വരുമ്പോഴാണ് 7-ര ശനി എന്ന് കണക്ക് കൂട്ടുന്നത്. അതായത് 12, അതായത് ചന്ദ്രരാശി എന്ന് എഴുതിയതിൻ്റെ താഴെ ശനി വരുമ്പോൾ 7-ര ശനി തുടങ്ങുന്നു. അപ്പം 2.5 വർഷം. അവിടെ 2.5 വർഷക്കാലം ശനി നിന്ന ശേഷം അവിടെ നിന്ന് ശനി നമ്മളുടെ ച എന്ന് എഴുതിയിട്ടുള്ള നമ്മളുടെ കൂറിൽ, അതായത് ചന്ദ്രരാശിയിൽ വരുമ്പോൾ 7-ര ശനിയുടെ 2.5 വർഷം കുറഞ്ഞ് ബാക്കി 5 വർഷം. ച നിൽക്കുന്ന രാശിയിൽ വരുമ്പോൾ ശനിക്ക് 1-ൽ നിൽക്കുന്നത് കൊണ്ട് കണ്ടകശനിയുടെയും, നമ്മൾ ആദ്യം പറഞ്ഞു 1, 4, 7, 10 എന്നീ രാശികൾ വരുമ്പോഴാണ് കണ്ടകശനി എന്ന് പറഞ്ഞത്. അപ്പം ശനി 1-ൽ നിൽക്കുന്നത് കൊണ്ട്, ച എന്ന് പറയുന്ന രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് കണ്ടകശനിയും നക്ഷത്ര രാശിയിൽ വന്നതിനാൽ ജന്മത്തിൽ ശനി വന്നതിൻ്റെ ദോഷം കൂടി ഭവിക്കുന്നു. ച എന്ന് പറയുന്ന രാശിയുടെ 2-ൽ വരുമ്പോൾ 7-ര ശനിയുടെ അവസാനത്തെ 2.5 വർഷമാണ്. ജന്മനക്ഷത്ര രാശിയുടെ 2-ൽ നിന്ന് പോകുമ്പോൾ 7-ര ശനി അവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ ശനി നിൽക്കുന്നത് വെച്ചിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ നക്ഷത്രം രേവതിയാണെന്ന് കരുതുക. അതായത് എൻ്റെ ചന്ദ്രരാശി എന്ന് പറയുന്നത് മീനമാണ്, അതായത് 1. അതിൻ്റെ 12 എന്ന് പറയുമ്പോൾ കുംഭൻ രാശിയാണ്, തൊട്ട് താഴത്തെ, മീനത്തിൻ്റെ തൊട്ട് താഴത്തെ രാശി കുംഭൻ രാശി. അപ്പോൾ മീനത്തിലുള്ള നക്ഷത്രക്കാർക്ക് 7-ര ശനി തുടങ്ങിയിട്ട് ഇപ്പോൾ നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് 2 വർഷം കഴിയുന്നു. വരുന്ന ഏപ്രിൽ 29 ശനി കുംഭത്തിൽ നിന്ന് വിട്ട് മീനത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ മീനം രാശിക്കാർക്ക് ആ സമയം കണ്ടകശനിയും 7-ര ശനിയുടെ നടുക്കത്തുള്ള 2.5 വർഷവും ജന്മശനിയും ഒരുമിച്ച് അനുഭവിക്കണം. അങ്ങനെ 2.5 വർഷം ച എന്ന് പറയുന്ന ജന്മരാശിയിൽ ശനി നിന്നിട്ട് അടുത്ത 2-ലേക്ക് പോകുമ്പോൾ നമ്മുടെ 7.5 വർഷത്തിൻ്റെ 3-ാമത്തെ 2.5 വർഷം, അവിടെയും 2.5 വർഷം നിന്ന ശേഷം, അതായത് മേടം രാശിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇടവത്തിലേക്ക് പോകുമ്പോഴാണ് മീനം രാശിക്കാരുടെ 7-ര ശനി അവസാനിക്കുക. ഇത് അല്പം മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാലും നിങ്ങൾ ഒരു ബുക്കെടുത്ത് ഇതൊന്ന് വരച്ച് നമ്മളുടെ ചന്ദ്രരാശി എവിടെയാണ്, നിലവിൽ ശനി എവിടെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ തന്നെ സ്വയം ഒന്ന് വരച്ച് എഴുതി നോക്കുവാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ശനിയുടെ മറ്റൊരു ദോഷമാണ് ഷഷ്ടാഷ്ടമം എന്ന് പറയുന്നത്. അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 6-ൽ ശനി വന്നാൽ ഷഷ്ടമ ശനിയെന്നും
8-ൽ വന്നാൽ അഷ്ടമ ശനി എന്നും പറയുന്നു. നിലവിലെ ശനിയുടെ സ്ഥിതി അനുസരിച്ച് കന്നി രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഷഷ്ടമത്തിൽ ശനിയും കർക്കിടകം രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ശനിയാണെന്നും മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ ശനിദോഷങ്ങളിൽ വെച്ച് അല്പം കടുപ്പമുള്ള ശനിദോഷം എന്ന് പറയുന്നത് നമ്മളുടെ ജന്മത്തിൽ ശനി വരുന്ന സമയമാണ്. അതായത് ചന്ദ്രരാശിയിൽ ശനി വരുന്ന സമയം. ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു 3 പ്രാവശ്യം, നമ്മുടെ ആയുസ്സിൻ്റെ ഒരു 3 പ്രാവശ്യമാണ് ഈ 7 ശനി വരുന്ന സമയത്ത് ഈ ജന്മത്തിൽ ശനി വരുന്നത്. അതായത് ഏകദേശം 25-നും 30-നും വയസ്സിനിടയ്ക്ക് ഒരു പ്രാവശ്യം 7 ശനി വരുന്നു. അതിനുശേഷം ഒരു 55-60 വയസ്സിനകത്ത് രണ്ടാമത്തെ 7 ശനി വരുന്നു. പിന്നീട് നല്ല ആയുസ്സുള്ള ആളാണെങ്കിൽ ഒരു 80-നും അല്ലെങ്കിൽ 85-90-നകത്ത് മൂന്നാമത്തെ 7 ശനി വരുന്നു. ഇങ്ങനെയാണ് ജന്മത്തിൽ അല്ലെങ്കിൽ 7 ശനി വരുന്ന സമയത്ത് മാത്രമാണ് ഈ ജന്മത്തിൽ ശനി വരുന്നത്. ഈ ജന്മത്തിൽ ശനി വരുന്ന സമയമാണ് നമ്മളുടെ ജീവിതത്തിൽ വളരെ കുറച്ച് ഏറെ കഷ്ടം നമ്മൾക്ക് അനുഭവിക്കേണ്ട ഒരു ദശാകാലം എന്ന് പറയുന്നത്. അപ്പോൾ 7 ശനിയും കണ്ടകശനിയും ഒക്കെ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഷഷ്ടാഷ്ടമ ശനിയൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശനിയെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ശനിദോഷത്തെക്കുറിച്ചും ശനിദോഷത്തിനുള്ള പരിഹാരങ്ങളുമൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗോചരാൽ ശനിയുടെ അവസ്ഥയെ മനസ്സിലാക്കി നിങ്ങൾക്ക് കണ്ടകശനിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ രാശിയിൽ, നിങ്ങളുടെ ചന്ദ്രരാശിയിൽ അല്ലെങ്കിൽ കൂറിൽ ശനി എവിടെയാണ്, എനിക്ക് ദോഷസ്ഥാനത്താണോ നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിടുക. ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം. ഏവർക്കും നമസ്കാരം.